സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഏകദേശം 8 മാസം മുമ്പാണ് നമ്മുടെ ഉമാ തോമസ് MLA ഒരു പരിപാടിക്കെതിരെ സ്റ്റേജിന്റെ മേൽ നിന്ന് അത്യാവശ്യം താഴത്തേക്ക് വീണ് അതിഗുരുതാവസ്ഥയിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അബദ്ധവശായിട്ടുള്ള ഒരു വീഴ്ചയായിരുന്നു. ആ സംഘാടകരുടെ ഭാഗത്തുള്ള ഒരു വലിയ പിഴവായിരുന്നു. ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരിടത്ത് നിന്ന് വളരെ പെട്ടെന്നാണ് നമ്മുടെ മോഡേൺ മെഡിസിൻ ഉമാ തോമസിന്റെ കാര്യത്തിൽ ഇടപെടുകയും നമ്മുടെ ഗവൺമെന്റ് ഒക്കെ അതിശക്തമായിട്ട് ഇടപെടുകയും നിരന്തരം അവിടെ പോയിട്ട് ആ ഒരു ഹോസ്പിറ്റൽ സന്ദർശിക്കുകയും വേണ്ട തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള എന്ത് തരം ചികിത്സയും നൽകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാക്കുകയും ചെയ്തത് ഈ ഒരു ഗവൺമെന്റ് ആണ്. നമുക്കറിയാം, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രിയോ ഒരു സംസ്കാരവും ഇല്ലാത്തവരാണ് അവൻ. എന്നൊന്ന് വന്ന് കാണാൻ പോലും അയാൾ അതിന് മെനക്കെട്ടില്ല എന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉമാ തോമസ് പറഞ്ഞിരുന്നു. കിളി പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇങ്ങനെ പറയാൻ കാരണം ഉമാ തോമസിനെ അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ നമ്മുടെ സാംസ്കാരിക മന്ത്രി പോയിട്ടുണ്ടെന്നേ. സജി ചെറിയാൻ പോയിട്ടുണ്ട്. അതിലുള്ള തെളിവുകൾ, വീഡിയോ തെളിവുകളും മറ്റൊക്കെ ഉള്ള സമയത്തും ഇവരിങ്ങനെ സംസ്കാരമില്ലാത്ത ഒരാളാണോ ഈ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ എന്ന രീതിയിലുള്ള ഒരു താളത്തിലും മറ്റൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. പക്ക ജീവിതം അതിഭീകരമായിട്ടുള്ള അവസ്ഥയുടെ പോകുമ്പോൾ CPIM ഗവൺമെന്റ് തന്നെയാണ് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ചത്. അവിടുത്തെ മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മറ്റു ഇടപെടൽ കൊണ്ടാണ് അവിടുത്തെ ഡോക്ടേഴ്സ് കൂടുതൽ ഒരു കെയർ അവർക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കിട്ടും. MLA നിലയ്ക്കുള്ള കൂടുതൽ കെയറിങ്, ഒരു പ്രിവിലേജ് അവർക്ക് കിട്ടുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ അസുഖം മുഴുവൻ മാറിക്കഴിഞ്ഞ ശേഷം ഇവര് ഒരു പക്ക രാഷ്ട്രീയം കളിക്കുന്ന പോലെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ നിലവിലുള്ള ആളുകൾക്കെതിരെ എന്നെ കാണാൻ വന്നില്ല എന്നീ തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ. എന്നാൽ അതേസമയം മോഹൻലാൽ വന്നു സംസാരിച്ചു, മമ്മൂട്ടി വന്നു സംസാരിച്ചു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇപ്പോഴിതാ ഇവരുടെ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ. ഇവർ അസുഖം മാറ്റിയത് മോഡേൺ മെഡിസിൻ ഒന്നല്ല, ഇവർ അസുഖം മാറ്റിയത് നമ്മുടെ ഹോമിയോപ്പതിയാണ്. എൻ്റെ സുഹൃത്തുക്കളെ, വിശ്വസിക്കാൻ കഴിയാത്ത, ഞാൻ അറിഞ്ഞെടുത്തോളാം, ഒരു സയന്റിഫിക്കൽ ഒരു പ്രൂവണി ഇത്ര കാലമായിട്ട് ശരിക്കില്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് ഈ ഹോമിയോപ്പതി എന്ന് പറയുന്നത്. നേർപ്പിക്കും തോറും വീര്യം കൂടും എന്നാണ് ഈ ഹോമിയോപ്പതി പറയുന്നത്. അതെങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പെഗ് മദ്യം എടുക്കുക, അതിലേക്ക് വെള്ളം ഒഴിക്കും തോറും ആ ഒരു പെഗ് മദ്യത്തിന്റെ വീര്യം കൂടുമെന്നാണ് ഹോമിയോപ്പതിയുടെ ഒരു ശാസ്ത്രം. ഈ രീതിയാണ് അവർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് ഫലവത്താവുക എന്നുള്ളത് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയായാലും ഇപ്പോഴിതാ തന്റെ അസുഖം മാറ്റിയത് നമ്മുടെ മോഡേൺ മെഡിസിൻ അല്ല, അത് ഹോമിയോപ്പതിക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് നൽകേണ്ടത് എന്ന രീതിയിൽ ചില വർത്തമാനങ്ങൾ ഇവർ പറയുന്നു. കയ്യടിക്ക് വേണ്ടിയിട്ടാണോ? മനസ്സിലാവുന്നില്ല. കേട്ടോക്കൂ. ഞാൻ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളാണ്. സ്റ്റേഡിയത്തിൽ നിന്ന് ഏതാണ്ട് 15 അടി മുകളിൽ നിന്ന് താഴെ വീഴുന്നത് വിചാരിച്ചിട്ട് ഒരാള് വീഴുന്നതും അല്ലെങ്കിൽ അതറിയാതെ വീഴുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ അഡ്മിറ്റഡ് ആയതും എലോപ്പതി ഹോസ്പിറ്റലിൽ തന്നെയാണ്. പക്ഷെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ ശേഷമാണ് ഡോക്ടർ ഷാജി സലീമും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ അറിയുന്നത് മകന് ഒരു മരുന്ന് കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ അവർ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് അതൊരു പ്രസാദമാണ്, തീർത്ഥമാണ്, ഒന്ന് അമ്മയുടെ മേത്ത് തേക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? ഇവര് ചികിത്സയിൽ കിടക്കുന്ന സമയത്ത് മോഡേൺ മെഡിസിന്റെ എല്ലാ സഹായത്തോടും കൂടിയിട്ട് ഇവർ ചികിത്സയിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാർ 2 പേര് മകന്റെ പേരിൽ തീർത്ഥമാണ്, പ്രസാദമാണെന്ന് പറഞ്ഞിട്ട് എന്തോ പൊടിയോ മരുന്നോ കൊടുത്തിട്ട് അത് എന്നിട്ട് ഇവരെ ചെവിയുടെ ഈ ഭാഗങ്ങളിലും കൈയിന്റെ ഈ സൈഡിലൊക്കെ തേച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അത്ര ഇവർ അസുഖം മാറിയത്. ഇത് എന്താന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അത് തേച്ചതിന്റെ ഭാഗമായിട്ടാണ് അസുഖം മാറിയെന്നാണ് ഇപ്പോൾ ഇവർ വിശ്വസിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാത്ത കാര്യം, അങ്ങനെയാണെങ്കിൽ ഈ വീണ വഴിക്ക് തന്നെ ഈ ഹോമിയോപ്പതി ഡോക്ടർമാരെ എടുത്തിക്കൊണ്ട് കൊണ്ടായ പോരെ? ഇത് വീണ് ചോര വാർന്ന് കിടക്കുന്ന ആ ഒരു സ്ത്രീയെ ഈ ഹോമിയോപ്പതിയുടെ അടുത്തേക്ക് കൊണ്ടായ പോരെ? ഇങ്ങനെ കള്ളക്കഥകളൊക്കെ മേഞ്ഞ് ചില ആളുകൾ രക്ഷിക്കാൻ നോക്കുന്നത് എന്തിനാണ്? ഇതിന് തീർച്ചയായിട്ടും ആ ഡോക്ടേഴ്സ് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും ഇത് കേസെടുക്കേണ്ട ഒരു വിഷയമാണ്. കൃത്യമായിട്ടും ഒരു മോഡേൺ മെഡിസിന്റെ ചികിത്സയിൽ ഇരിക്കെ രഹസ്യമായിട്ട് മറ്റു മരുന്നുകൾ തിരികെ കയറ്റി അവരെ ശരീരത്തിലേക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നത് മോഡേൺ മെഡിസിനെ സംശയിക്കുന്ന രീതിക്ക് കാര്യങ്ങളൊക്കെ ഇവര് മാറ്റി വരക്കിയല്ലേ? ഇവരെന്താണ് ഇങ്ങനെ? കോൺഗ്രസ്സുകാരാണല്ലോ, പിന്നെ മറ്റു കാര്യം പറഞ്ഞിട്ട് പ്രസാദം ആയതുകൊണ്ട് നാവിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് അവര് പറഞ്ഞത് കാരണം എന്റെ ചെവിയുടെ ഭാഗത്തോ
കൈയുടെ ഭാഗത്തും ഒക്കെ അത് തേച്ചിരുന്നു എന്ന് എന്റെ മകൻ പറഞ്ഞു. മരുന്നാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുമോ എന്നുള്ളത് കൊണ്ട് എന്റെ സിസ്റ്ററിന്റെ മോള് അവനോട് ഒരു തീർത്ഥമാണ്, നീ ഇത് അമ്മയുടെ മേത്ത് വരട്ടണം. അപ്പൊ ദൈവത്തിന്റെ കാര്യമായതുകൊണ്ടാണ് അവന് വന്നത് ചെയ്തത്. പക്ഷെ പിന്നീട് അവൻ പറഞ്ഞു ഞാനിത് അറിഞ്ഞു, അപ്പൊ ഞാൻ അമ്മയ്ക്ക് അവര് കാണാതെ പെരട്ടുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പറയുകയൊക്കെ ചെയ്തു. ഹീലിംഗ് മകനെയാണ് ഇനിയിപ്പോ അടുത്തായിട്ട് കൃത്യമായിട്ട് ചോദ്യം ചെയ്യേണ്ടത്. മകന്റെ കയ്യിലാണ് അത്ര മകൾ എങ്ങാണ്ട് ഇത് കൊടുത്തു വിട്ടത്. ഹോമിയോപ്പതി മരുന്നായിരുന്നു അത്ര. അത് കൊണ്ടുപോയിട്ട് ചെവിയുടെ ഇവിടെയും കയ്യിന്റെ ചില ഭാഗങ്ങളിലും പരട്ടി കൊടുത്താൽ മാത്രം മതി അവർ ഹീലാവുന്ന പറയുന്നത്. മാജിക് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? നമ്മൾ ഏത് ലോകത്താ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെ അബദ്ധങ്ങളെ അന്തർപുത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഒരു ഹോമിയോപ്പതി മരുന്ന് ശവമായി കിടക്കുന്ന ആ ഒരു സ്ത്രീയുടെ ഈ ചെവിയുടെ ഈ ഭാഗത്തും കയ്യിന്റെ വിരലിന്റെ സൈഡിലൊക്കെ പരട്ടിക്കഴിഞ്ഞാല് അവർ ജീവനോടെ എഴുന്നേറ്റ് നടക്കുമെങ്കിൽ എന്തിനാ പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നേ? എന്തിനാണ് ഈ ഹോസ്പിറ്റലൊക്കെ കെട്ടിയുണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഹോമിയോപ്പതി പോരെ? അതിഭീകരമായ അസുഖം കെടുക്കുന്ന ആളുകളൊക്കെ ചെവിയുടെ ഇവിടെയും ആ ഒരു മരുന്നാണ് തേച്ചു കഴിഞ്ഞാൽ അവർ അസുഖം മാറൂലേ? ഇതിപ്പോ ഒരു ക്രെഡിറ്റ് എടുക്കൽ പരിപാടിയാണ്. അസുഖമൊക്കെ മാറി പരിപൂർണമായിട്ട് നമ്മുടെ മോഡേൺ മെഡിസിൻ അലോപ്പതി മരുന്നൊക്കെ ആയിരിക്കും കൊടുത്ത് അതിഗംഭീരമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഹോമിയോപ്പതി അതിന് ക്രെഡിറ്റ് എടുക്കുക, ഞങ്ങൾ കാരണമാണ് രക്ഷപ്പെടുത്തിയത്, ഡോക്ടർമാർ അറിയാതെ ഈ മരുന്ന് വെച്ച് കെട്ടിയെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? കേസെടുക്കേണ്ട പരിപാടിയല്ലേ? തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ട പരിപാടിയാണ്, കേസെടുക്കേണ്ട പരിപാടിയാണ്. ഇതൊന്നും വെറുതെ വിടാൻ പാടില്ല. അറിഞ്ഞോ അറിയാതെയാണെങ്കിലും ഇതൊന്നും വെറുതെ വിടാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം അത് ഭീകരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ കാര്യമൊന്നല്ല. സത്യത്തില് അലോപ്പതിയിൽ ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഹോമിയോപ്പതിക്ക് കൊടുക്കണം എന്നുള്ളത് അവര് മനസ്സിലാക്കണം. MLA ആപത്ഘട്ടത്തില് ഇങ്ങനെ ഹോമിയോപ്പതിക്ക് ഒരു ഉപകാരം ചെയ്യാൻ നമുക്ക് സാധിച്ചു. ആ സാധിക്കലിന് പിന്നിൽ പ്രവർത്തിച്ച ആർണിക്ക 200 എന്ന മെഡിസിനാണ്. എങ്ങനെയുണ്ട്? ഹർണിക്ക 200 എന്ന് പറയുന്ന മെഡിസിൻ അവരുടെ ഒരു വാഗ്ദാനം, എന്താ പറയുക, ഒരു അവകാശവാദവുമായിട്ട് വന്നിരിക്കുകയാണ്. ഉമാ തോമസിന്റെ ജീവൻ രക്ഷപ്പെടാൻ കാരണം ഇവരാണ്, ഹോമിയോപ്പതിയാണ്. അതല്ലാതെ മോഡേൺ മെഡിസിൻ ഒന്നല്ല. വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർക്ക് വേണ്ട ഓപ്പറേഷൻസ്, ഒരുപാട് സ്ഥലത്ത് പൊട്ടലുകൾ ഉണ്ടായിരുന്നു. ഈ ഓപ്പറേഷൻ നടത്തിയൊന്നും കൊണ്ടല്ല അവർ രക്ഷപ്പെട്ടത്. തലച്ചോറിന്റെ ഉള്ളിൽ എങ്ങാണ്ടൊക്കെ രക്തസ്രാവമൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. അതൊന്നുമല്ല രക്ഷപ്പെടുത്താൻ കാരണം. ഇവിടെയും തേച്ച ആ മരുന്നാണ് ഹോമിയോപ്പതി. എന്ത് ചെയ്യും? നിങ്ങൾ പറ, എന്താണ് ഇതിനൊക്കെ പുറകുള്ള യാഥാർത്ഥ്യം? ഇത് കേസെടുക്കേണ്ട വിഷയമല്ലേ? കൃത്യമായിട്ട് അന്വേഷണം വരേണ്ട വിഷയമാണ്. ഇതിന്റെ പുറകിൽ ആരാണെന്ന് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇത് സത്യസന്ധമാണ് എങ്കിൽ ഓക്കെ, ആ രീതിയിൽ പോട്ടെന്ന് പറയാം. നോണയാണ് ഇത്. എന്റെ വിശ്വാസത്തിൽ ഇത് മഹാ അബദ്ധമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാ അബദ്ധം. ഈ മഹാ അബദ്ധം ഇതിങ്ങനെ പ്രചരിപ്പിക്കുക, ഒരു കള്ള വൈദ്യം പ്രചരിപ്പിക്കുക എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ചില ആളുകൾക്കൊക്കെ ജയിലിൽ പോകേണ്ട അവസ്ഥ ഇത് ഉണ്ടാക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. സുഹൃത്തുക്കളെ, ബൈ. ഒന്ന് സബ് ചെയ്യണേ, പ്രിയപ്പെട്ടവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റി ഒന്ന് എഴുതിക്കണം. ബൈ.